ടേസ്റ്റ് നോക്കിയതേട്ടാ. ഓ ഞാൻ നമ്മുടെ വേറെ ആൾക്കാരുടെ വലിയ മഴ ലൈറ്റ്. ഇത് നാടൻ, ഇത് വിയറ്റ്നാം. നാടൻ നോക്കിയ കുറച്ച് അധികം കളർഫുള്ള് പോലെ തോന്നണ്. വിയറ്റ്നാം അത്ര തോന്നണില്ല അല്ലേ? പിടിച്ചിട്ട് അല്ലെങ്കിൽ മറിഞ്ഞു വീഴൂ. അല്ല എവിടെ എഴുതണ്ടത്? തൽക്കാലം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഇത് മാഞ്ഞു പോയിരിക്കും. നമ്മള് എന്തായാലും മാറിപ്പോവൂല. ഇതില് കാന്താരി അല്ല, സാധാരണ മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാട്ടാ. ഹലോ, ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. ഒരു ഉപ്പിലിടൽ വീഡിയോ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നേക്കണത്. അതായത് 2 സ്റ്റൈലാണ് ചെയ്യാൻ വേണ്ടി പോണത്. ഒരെണ്ണം നാടൻ സ്റ്റൈലും ഒരെണ്ണം വിദേശിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പിലിടുന്ന പോലെ ഒരെണ്ണം ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ വിയറ്റ്നാമീൻ സ്റ്റൈലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എടുത്തേക്കണത് സേതടം വാങ്ങിക്കൊണ്ട് വന്നേക്കണത് റാഡിഷ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ആപ്പിൾ, പിന്നെ ഇതെന്താണ് ജാമ്പക്ക, പിന്നെ കുക്കുംബർ, പിന്നെ ക്യാരറ്റ്. ഇത്രയാണ് കേട്ടോ എടുത്തേക്കണത്. വിയറ്റ്നാമീസ് സ്റ്റൈലാണ് ഈ നമ്മൾ ഉപ്പിലിട്ടതെങ്കിലും തായ്ലാൻഡുകാര് പിന്നെ ഏഷ്യൻ ക്യുസീൻസ് അവരൊക്കെ അധികം യൂസ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് കഴിക്കാനായിട്ടൊരു അവസരം കിട്ടിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോപ്സ്റ്റിക്കിൽ പോയപ്പോഴാണ് നമ്മളിത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. സാധാരണ എന്താ പറയുക, നമ്മൾ ഉപ്പിലിട്ടതിനേക്കാളും വേറൊരു വെറൈറ്റി ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു പിക്കിള്. അപ്പൊ നമുക്ക് പീലിങ്ങും പരിപാടിയൊക്കെ തുടങ്ങാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 2 തരത്തിലുള്ള ഉപ്പിലിടലുണ്ട്. പക്ഷെ 2നും ഒന്നിച്ചാണ് അരിഞ്ഞു വെക്കാൻ വേണ്ടി പോണത് കേട്ടാ. ചെറിയ കോൾഡ് ഉണ്ട്, അതിന്റെ സൗണ്ട് ഒക്കെ പോയി. നമ്മള് പുതിയ പീലറാട്ടോ നമ്മൾ ഇതിനു വേണ്ടി മേടിച്ചത്. നമ്മുടെ ഇവിടുത്തെ പീലറിന്റെ പരിപ്പൊക്കെ എന്നോ ഇളകിപ്പോയി. മഴ, നല്ല മഴ വരാൻ പോണ്ട്. ഇന്നത്തെ ദിവസവും തന്നെ ഇടക്ക് മഴയും വെയിലും. അപ്പൊ ചിലപ്പോ നമ്മൾ ഇതൊക്കെ എടുത്ത് ഓടേണ്ടി വരും, മിക്കവാറും അകത്ത് ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ പുറത്തിരുന്നൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അന്നൊരു ദിവസവും ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇന്നും ഇപ്പൊ മഴ നമ്മളെ ചതിക്കും. ഇപ്പൊ കട്ട് ചെയ്യൂല, ഇപ്പൊ എല്ലാം ഇങ്ങനെ മാറ്റി എടുക്കുള്ളൂ. അയ്യോ മഴ, വലിയ മഴ ലൈറ്റ്. അയ്യോ എല്ലായിടത്തും ഇവിടെ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കി. ഇപ്പൊ അതേ മഴയും പോയിട്ട് ഇപ്പൊ ഭയങ്കര വെയിലായി. ഇനി എന്തായാലും അവിടെ പോയി ഇരിക്കണില്ല, ഇവിടെ തന്നെ ഇരിക്കണുള്ളൂ. ചിലപ്പോ ഇനി മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി വീണ്ടും തുടരാം. നമ്മൾ ഇത്ര ഇതാക്കി വെച്ച്. ഇത് പുതിയ തരം ജാമ്പക്കയാണ് കേട്ടാ. മധുരം ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ചെയ്യാന്ന് ഓർത്തിട്ടായിരുന്നത്, പക്ഷെ ഇന്നലെ പറ്റിയില്ല ചെയ്യാനായിട്ട്. കട്ടിങ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഇങ്ങനെ ഇത്രയും തിന്നു മതിയാ? ഉപ്പിലിഷ്ടമല്ലാത്ത അല്ല, ഉപ്പിലിട്ടത് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ തോട്ടാ? ഞങ്ങളെ ഇടക്ക് പിണ്ടി ഇടുമായിരുന്നു കേട്ടാ. പിണ്ടിയില് ഭയങ്കര ടേസ്റ്റാണത്, പിണ്ടി. അപ്പൊ ഞാനിതെല്ലാം അരിഞ്ഞിട്ട് വരട്ടെ, അല്ലെങ്കിൽ എത്ര അരിയണവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇതെല്ലാം ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാം കട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നാടൻ രീതി വേറെ കട്ട് ചെയ്യുക, വിയറ്റ്നാം രീതി വേറെ കട്ട് ചെയ്യുക. ഇപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പൊ കുറച്ച് അരിഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം ഇത്ര മതിയാവും. അപ്പൊ ഞാൻ ഉപ്പും വിനാഗിരി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാടൻ രീതിയിലുള്ളത് നമുക്ക് ഇപ്പം ഇടാം. മറ്റേ വിദേശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം നമ്മൾ വെക്കണം. എന്നിട്ട് ആ ചാറൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വേണം ഉപ്പിലിടാനായിട്ട്. മനസ്സിലായോ?
അപ്പൊ നമ്മുടെ കുപ്പി തുറന്നു. നല്ല നീറ്റ് ആയിട്ടുള്ള കുപ്പിയാണ് കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത, ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള ബോട്ടിലാണ്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് കേട്ടാ. അമ്മ അമ്മയുടെ കാല് പിടിച്ച് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ ഇതാണ്, ഇത് മനസ്സിലാവും ഇത് കേട്ടോ. എന്നിട്ട് നാടൻ ഏതാ ഇതേതാന്നൊക്കെ നമുക്ക് മനസ്സിലാവൂലേ? ലേബിൾ ചെയ്ത് വെക്കണോ? ലേബിൾ ചെയ്തു മാർക്കർ എടുത്തോണ്ട് പാടി കൊള്ളൂട്ടോ. ഇനിയും വേണമെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ, നീ മൊത്തം നാടനാക്കി കളഞ്ഞത്. വേണമെങ്കിൽ ഒരു മുളകും കൂടി എടുത്തിട്ടോടി അതിന്റെ അകത്ത്, പച്ചമുളക്. അത് പിന്നീടാം, കാന്താരി ഉണ്ടാവും, അതിടാം. ഇത്രയും നമ്മള് നിറച്ചിട്ടുണ്ട്. ഇതിലുണ്ടാ ചെയ്തോട്ടെ ആപ്പിൾ എന്തെങ്കിലും ഒക്കെ? എനിക്കറിയില്ല. ഉണ്ട്, ജാമ്പക്ക ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇനി കുക്കുംബർ അരിയ. ഈ കുക്കുംബർ കുറച്ചും കൂടെ അരിയ. അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. എപ്പോഴും നമ്മള് വെള്ളം ചൂടാക്കി കഴിയുമ്പോ അതിലൊരു മട്ട ഉണ്ടാവൂലോ, അത് നമ്മള് ഒഴിക്കരുത് കേട്ടാ. ഞാനിതിലൊരു പച്ചമുളകും കൂടി ഇട്ട് വെക്കും. കുറച്ചുകൂടി ഉപ്പിടണോ? ഇച്ചിരി കൂടി ഉപ്പിട്ട് വെക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പുണ്ട് ഓക്കേടി. എനിക്ക് പറഞ്ഞാല് ജലദോഷമായിരിക്കണോട്ടെ, ടേസ്റ്റ് അത്ര കിട്ടണില്ല. ഓക്കെ, നമ്മളിതിലേക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കുപ്പി കാണാനായിട്ട്. നമ്മളിത് ഓൺലൈനിൽ മേടിച്ചത് 6 എണ്ണമായിട്ടാട്ടോ മേടിച്ചത്. അപ്പൊ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അയ്യോ, ഇല്ല. ഇനി നമുക്കിത് അടച്ചു വെക്കാൻ പോവാ. ഇത് നല്ല എന്താ പറയാ, ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ ഈ കുപ്പി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് കുറച്ചുകൂടെ കുക്കുംബർ അരിയണോ മിസ്റ്റർ പ്രൊമോക്കേസ്? ക്യാരറ്റ് ഒക്കെ കുറഞ്ഞു പോയല്ലോ, എല്ലാം നീ എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട അല്ലേ ലച്ചു? ക്യാരറ്റ് പോയി. ഞാൻ എന്ത് ഉപ്പിലിടുന്ന എന്താണ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ചെയ്തപ്പോ വീഡിയോ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടായി ഞാൻ മനസ്സിലാവും കേട്ടോ. കുറച്ചും കൂടി വേണ്ടായിരുന്നു ലച്ചുമ, നീ മൂക്കി കേട്ട വീഡിയോ അത് കൊടുക്കണം. വേണമെങ്കിൽ ക്യാരറ്റ് കുറച്ചും കൂടെ അരിയാ. അരി എല്ലാം കഴുകി വെച്ചേക്കണോണ്ടേ. അപ്പൊ വീണ്ടും എനിക്ക് പണി തന്നു. അരിഞ്ഞിട്ട് വരാട്ടോ. ഓ ഭയങ്കര സൗണ്ടാണല്ലോ. അമ്മ അതെ, അമ്മയുടെ തലയിൽ ഇരിക്കട്ടെ. എല്ലാ കിട്ടും. എന്ത് കാരണം? ഭയങ്കര കൊതുകാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീറ്റ് പോയാ മതി. അപ്പൊ നമ്മുടെ വിയറ്റ്നാമീസ് സ്റ്റൈൽ ഉപ്പിലിടൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ഫാൻ ഓഫ് ചെയ്തോ? അവിടെ ഫാനിന്റെ ഒച്ച വന്നാലും. അപ്പൊ നമ്മൾ ലേശം ഉപ്പിട്ട് ഇത്ര മതിയത്. അമ്മേ ഉപ്പിടുക. Then അയ്യോ അവിടെ പൊട്ടിക്കാതെ ഷുഗർ. ഇത് ഇടുമ്പോ നമ്മള് ഇത് പരിഷ്കാരം പോലെ പറയാം. കുറച്ച് പഞ്ചസാര. അയ്യോ നമ്മള് ഫുഡൊന്നും വേസ്റ്റ് ചെയ്യരുത്. മിക്സ് വെൽ. നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഉപ്പിലിടൽ കണ്ടിട്ടുണ്ടോ? ഇനി വാഷ് ചെയ്യണോ? അയാള് വാഷ് ചെയ്ത് കളഞ്ഞല്ല. അയാള് ശരിക്കും ഇങ്ങനെ ഇത് നമുക്ക് തൽക്കാലം ഇങ്ങനെയൊക്കെ മതിയേടി. വാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ചൂടുവെള്ളം. ഇല്ല, ഇതിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇനി നീ മറ്റേ ഇത് റെഡിയാക്ക്. വെള്ളം റെഡിയാക്കാം. നീ ഇതിൽ മുക്കിക്കോടി.
ചൂട്, നല്ല ഇളം ചൂട്. സോ ഗുഡ്. ഇതേ വന്നിണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം ഇതിൽ ഈച്ചയൊന്നും വരാൻ നോക്കട്ടെ കുട്ടി. വിയറ്റ്നാമീസ് കാണാൻ പറ്റുന്നുണ്ടാ? ഇതൊക്കെ ഇരിക്കണോണ്ട് വിയറ്റ്നാമീസ് സ്റ്റൈൽ ഉപ്പിലിടൽ എങ്ങനെയാന്ന് വെച്ചാ, നമുക്ക് ഒരു പണിയിൽ അരിഞ്ഞു വെക്കുക, വെള്ളം ചൂടാറൊന്നും നിക്കണ്ട. ഇതിന്റെ അകത്ത് വിനെഗർ ഇട്ടില്ലേ? വെള്ളത്തിലിട്ട് ഇനി നമ്മൾ ഇത് തണുത്ത വെള്ളം, നോർമൽ വാട്ടർ ആണ് അവര് കാണിച്ചത്. ഇത് ചെയ്ത തണുത്ത വെള്ളം എടുക്കാൻ പറഞ്ഞു. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഇത്ര മതി. അത്രയും തന്നെ വിനെഗർ ഒഴിച്ചോട്ടെ. അത്രയും തന്നെ ഒഴിക്കാൻ പാടില്ല, പായൊക്കെ പൊള്ളി പോകും. അല്ലെന്ന് ഒരു പുളി വരണം. അച്ഛന്റെ വായ ലാസ്റ്റ് പൊട്ടി. ഒഴിക്കാനായിട്ട് ആ മതി. ഇല്ല, ഇനി പഞ്ചസാര ഇട്. സേതട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വിനാഗിരി. കാരണം വിയറ്റ്നാമിലെ വിനാഗിരി നമ്മുടെ വിനാഗിരി രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അത് സേതട്ടൻ മണ്ടത്തരൊന്നും വിളിച്ച് പറയല്ലേ. വിനാഗിരി എന്ന് പറഞ്ഞ ലോകത്തെല്ലാവർക്കും ഇല്ല. അതില് അവര് വേറെ എന്തോ വിനീഗർ എടുത്തേക്കണത്. ഇത് സിന്തറ്റിക് വിനീഗർ അങ്ങനെയാണ്. നമ്മൾ കുറച്ച് സോൾട്ട് ഇടാം. എത്രയാണ് പറഞ്ഞോ ഇൻസ്പെക്ടർ പറഞ്ഞു? ഇട്ടോ മതി. ഞങ്ങള് റീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും അതുപോലെ തന്നെ. ഇനിയാണ് നമ്മൾ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. അതാണ് ഇതിലൊരു പ്രത്യേകത. പഞ്ചസാര ആഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതയും പിന്നെ നമ്മളെപ്പോഴും ചൂടാറിയ വെള്ളം, ചിലപ്പോൾ കുറച്ച് ചൂടുവെള്ളമായാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ. എത്ര വേണം ഇൻസ്പെക്ടർ? ഓക്കെ ഓക്കെ. മിക്സ് വെൽ. ഇപ്പതേ സേതുവിന്റെ വിയറ്റ്നാം സാലഡ് ഇപ്പൊ തന്നെ സേതുവിന്റെ മോള് തിന്നു. അവരിട്ട ഷുഗർ ഇല്ലേ, ഷുഗർ നോക്കിയടി. വെള്ളം അലിയാൻ സമയം എടുക്കും അല്ലേ? ഇനി അലിയണമെന്നില്ലടി. എനിക്ക് തോന്നുന്നു ഇത് നീ ഡ്രെയിൻ ചെയ്തെടുക്ക്. അത് വീഡിയോയിൽ എടുക്കല്ലേ? എല്ലാം വീഡിയോയിൽ എടുക്കും, ഒരു രക്ഷയില്ല. കുറച്ചും കൂടി ഒഴിക്കടി അങ്ങോട്ട്. ലക്ഷമ്മ വേണമെങ്കിൽ പോയി മുളക് എടുത്തുണ്ടോ? എനിക്കറിയില്ല മുളക് എവിടെ ഇരിക്കണേന്ന്. അച്ഛമ്മയുടെ വെച്ചു. അച്ഛമ്മ പറഞ്ഞത് അച്ഛമ്മക്ക് എപ്പോഴും ഒരു ഉച്ചറപ്പുണ്ട്. ആയാടി എന്താണ് ഇത് തിന്നോണ്ടിരിക്കുന്നത്? അടിപൊളിയാ. ചെയ്തിട്ട് എന്താ കഴിച്ചോക്കെ? അല്ല ഇത് കുടിച്ചോക്ക്. ഇത് പ്രത്യേക അച്ഛമ്മ അടുക്കളയിൽ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ അമ്മ രണ്ടൂന്ന് മുളക് കൊണ്ടുവന്നേ. അമ്മ പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ എടുത്തോ. ഇനി ഇതിലേക്ക് ഇതിലെ വെള്ളം വേണമെങ്കിൽ കുറച്ചേരം കൂടി വെക്കാട്ടോ. അവര് വാഷ് ചെയ്തായിരുന്നു. കൊതുക് പിടിച്ചിട്ട് പറ്റണില്ല. ഇത്രയും വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ. എന്തോരം വെള്ളം വന്നേക്കണേ. അയ്യോ കൊതുക് വന്നിട്ട് ഓടിച്ചോളാ. നല്ലതാണോ? എടി ഇത്രയും പച്ചമുളക് കൊള്ളു, അല്ലെങ്കിൽ വൈകുന്നേരം പോയി മേടിക്കത്. കാന്താരിയില്ലേ കൊറേ അമ്മ പറിച്ചതാണല്ലോ. അതൊക്കെ ഇത് ഇടാൻ പോണേണ് കേട്ടാ. സ്റ്റിക്കർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടോ? അതിൽ ഒട്ടിച്ചോട്ടാ. കറക്റ്റ് കേട്ടോ. നോക്കിയത് കേട്ടാ. ഇതിൽ ഏതായിരിക്കും കഴിക്കുക? ഒഴിക്കട്ടെ? ഓ ഞാൻ നമ്മുടെ വേറെ ആൾക്കാരുടെ പൊക്കത്തോട്ട് പോട്ടെ.
എങ്ങനെയുണ്ട്? വെള്ളം എല്ലാം കറക്റ്റ് ആയിരുന്നില്ലേ? മുളകിടണ്ടായില്ലേ? മുളക് അതിന്റെ അകത്തുണ്ടല്ലേ? വേണ്ട, ഫോറിനല്ലേ ഇതൊന്ന് തുടച്ചിട്ട് വെക്കണം കേട്ടാ. എന്റെ കൈ വറുത്തതായി. നന്നായിട്ടൊന്ന് തുടക്കണം നല്ല ഇതില്. എന്നിട്ട് പേരെഴുതി വെക്കില്ല. ഞാൻ ഇതണോ? മുളക് ഉണ്ടെന്ന് അറിയാലോ. അത് മതി. മുളക് ഇതാക്കണുണ്ട്. മുളക് കീറിട്ട് കയ്യില് പിടിച്ചിട്ട് പറയാട്ടെ തന്നു. ഇങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ. അത് ഈച്ച നാളെ ഇനി വീഡിയോ വരുള്ളൂ ഇതിന്റെ ടേസ്റ്റിംഗ് ടൈം. സെയിം ഡ്രസ് തന്നെ ഇടൂ? ഏയ്, ഞാൻ നാളെ വേറെ ഡ്രസ് ആട്ടിടുള്ളൂ. ലച്ചു എന്താ കാണിക്കണ ലച്ചു? നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് നാടൻ, ഇത് വിയറ്റ്നാം. നാടൻ നോക്കിയാൽ കുറച്ച് അധികം കളർഫുള്ള് പോലെ തോന്നണ്. വിയറ്റ്നാം അത്ര തോന്നണില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നാടൻ എഴുതി കൊടുക്കാം. അതാണോ നാടൻ? ആ, അങ്ങനെ പിടിച്ചിട്ട് എഴുതാ, അല്ലെങ്കിൽ മറിഞ്ഞു വീഴൂ. അല്ല എവിടെ എഴുതണ്ടത്? അവിടെ എഴുതിക്കോ, അല്ല മൂടിയിൽ എഴുതി. അമ്മേ, അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടാ. അപ്പൊ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇവിടെയാണോ? അപ്പൊ അത് വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അറിയില്ല, ചിലപ്പോ നമ്മളിത് റിട്ടേൺ ചെയ്യും. നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യണേന്ന് കേട്ടാ. ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ 2 സംഭവങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇനി പതുക്കെ പറഞ്ഞാൽ മതി അല്ലേ? ഇത് നമ്മുടെ വിയറ്റ്നാമി സ്റ്റൈൽ അല്ലേ? തുറന്നു നോക്കട്ടെ. ഇന്നലെ ഇവിടെ നമ്മളെ എഴുതിയായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. ഇത് നാടൻ ഉപ്പിലിട്ടത്, കാരണം ഇതില് പച്ചമുളക് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാമി സ്റ്റൈല് ഉപ്പിലിട്ടത്. അപ്പൊ 2 തരം ഉപ്പിലിട്ടതാണ് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്കപ്പൊ ചോറിന്റെ ഒപ്പോ ചപ്പാത്തിയുടെ ഒപ്പോ ചിക്കൻ അതിന്റെ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം ഞാനിപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കൂടി കഴിയുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസം വരും. ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഇതാണ് നാടൻ ഉപ്പിലിട്ടത്. ഇതാർക്കെങ്കിലും കണ്ടിട്ട് കൊതി വരുന്നുണ്ടാ? അല്ല, ഉപ്പിലിട്ടത് കണ്ടാൽ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ആപ്പിള്, കുക്കും ഇന്നലെ കണ്ടല്ല. അപ്പൊ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യാലേ, അല്ലെങ്കിൽ ചിലപ്പോ മാറിപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ ഉപ്പിലിട്ടത്. നല്ല പുളിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ഉപ്പാവാൻ തോന്നണം. ശരി, കൂടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഒക്കെ ആകുമ്പോ കഴിക്കാം. ഇനിയാണ് നമ്മൾ ഇതുവരെ കഴിക്കാത്ത വിയറ്റ്നാമി സ്റ്റൈല്. ഇതിലിപ്പോ എല്ലാം ഉണ്ട് കേട്ടോ. റാഡിഷ് അങ്ങനെ എല്ലാം ഉണ്ട്. അടിപൊളിയാ. ഞാൻ വിചാരിച്ചതിനേക്കാളും സെറ്റ് ആയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും പഞ്ചസാര എല്ലാം പാകത്തിന്, അതായത് നമ്മുടെ വിനീഗറും പാകത്തിനും. ഇത് കറക്റ്റ് അല്ലേ കേട്ടോ? ചോപ്സ്റ്റിക്കിന്റെ എത്തിയിട്ടുണ്ടാ? അടിപൊളിയല്ലേ? വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് തിളപ്പിച്ച വെള്ളത്തിലല്ല, എന്നുവെച്ചാ ആറിയ വെള്ളത്തില്, ഒട്ടും തണുപ്പില്ലാത്ത തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളത്തിലാണ് നമ്മളിത് ഉപ്പിലിട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ആയേക്കണത് ഇതാണ്. ആ ടേസ്റ്റ് ഫ്ലേവർ വന്നേക്കണം, എൻഹാൻസ് ചെയ്ത് നിക്കണത്. ഇതിലേക്ക് കുറച്ചും കൂടെ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് കഴിഞ്ഞല്ലേ കേട്ടോ? അച്ചാറ് പോലെ തിന്നണോട്ടോ എല്ലാരും. മോന് തരാം. മോന് ഇതിൽ ഏതാ വേണ്ടത്? ഏത്? നാടൻ ഉപ്പിലിട്ടോ? അത് വേണ്ടേ? ക്ലാസ്സിൽ മോനെ ഏതാ വേണ്ടത്? ഞാൻ വിചാരിച്ച ആദ്യം മധുരമൊക്കെ ചെല്ലുമ്പോ കൊള്ളാവുന്നു. അപ്പൊ ഞാൻ ചെയ്തതിനോട് പറഞ്ഞു നമുക്ക് ആദ്യം നാടൻ ഉപ്പിലിട്ടത് കൂടെ ചെയ്യാന്ന് പറഞ്ഞ, അല്ലെങ്കിൽ 2 അങ്ങനെ തന്നെ ചെയ്യുള്ളായിരുന്നു. പിന്നെ ഡിഫറൻസ് അറിയണമല്ലോ. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടാ.
നമ്മുടെ കുപ്പി അടിപൊളിയാണ് അല്ലേ? ബെൽ ബട്ടണും കൂടെ ഞെക്കണേ. ആ അതൊക്കെ മറന്നുപോയി. അപ്പൊ ബൈ.